നമസ്കാരം പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ ചെറിയൊരു വീഡിയോ ആണ്. നമ്മൾ കൊല്ലം ബൈപ്പാസ് സ്റ്റാർട്ട് ചെയ്യുന്ന കാവനാട് മുതൽ നീണ്ടകര പാലം വരെയുള്ള അപ്ഡേറ്റ് ആണ്. നമ്മൾ ഈ വീഡിയോ എടുത്ത ദിവസം 8/12/2024 എടുത്ത വീഡിയോ ആണ്. അപ്പം കഴിഞ്ഞ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കടമ്പാട്ടുകോണം മുതൽ ചാത്തന്നൂർ വരെയുള്ള വീഡിയോ എടുത്തിട്ട് തിരിച്ചു വന്നപ്പം കുറച്ച് ബാറ്ററി ചാർജ് ഉണ്ടായിരുന്നു. അപ്പം ആ ഒരു ബാറ്ററി ചാർജ് ഉള്ളതുകൊണ്ട് നമ്മൾ ഈ ഒരു ഭാഗത്ത് എടുത്തതാണ്. അപ്പം ഈ ഒരു ഭാഗത്ത് വീഡിയോ എടുക്കാൻ വേറൊരു പ്രധാന കാരണം കൂടിയുണ്ട്. നമ്മൾ സാധാരണ വീഡിയോ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ കൊല്ലം ബൈപ്പാസ് മേവറം മുതൽ കാവനാട് വരെയുള്ള വീഡിയോ എടുത്ത് കാണിക്കുമ്പോഴും പിന്നെ നീണ്ടകര പാലം മുതൽ പിന്നെ കരുനാഗപ്പള്ളി അല്ലെങ്കിൽ ചവറ വരെയുള്ള വീഡിയോ എടുക്കുമ്പോഴും ഇതിനിടയ്ക്കുള്ള ഈ ഒരു സ്ഥലം മിസ്സായി പോകുന്നുണ്ട്. അപ്പോൾ ആ ഒരു കാരണം കൊണ്ടാണ് നമ്മൾ ഈ ഒരു ഭാഗത്തെ വീഡിയോ എടുത്തത്. അപ്പം നമ്മൾ കാവനാട് കഴിഞ്ഞിട്ട് നേരെ മുമ്പോട്ട് വരികയാണ്. അപ്പം വലതു ഭാഗത്ത് സർവീസ് റോഡ് കുറച്ചും കൂടെ ടാർ ചെയ്തിട്ട് അതുവഴിയാണ് വാഹനങ്ങൾ കടത്തിവിട്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പം ഇടത്തെ ഈ സൈഡിലൊക്കെ ഇനിയൊരു കൾവർട്ടിൻ്റെയും കൂടെ നിർമ്മാണം ഈ ഒരു ഭാഗത്തായിട്ട് നടക്കാൻ പോവുകയാണ്. നമ്മളിപ്പം കാണുന്ന സ്ഥലം കരാർ ഏറ്റെടുത്തിരിക്കുന്നത് ശിവാലയ കമ്പനിയാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ചും കൂടെ മുമ്പോട്ട് പോകുമ്പോൾ വലതുഭാഗത്ത് കുറച്ച് വലിയ കറുത്ത പൈപ്പ് കൊണ്ടുവന്ന് ഇറക്കിയിട്ടിരിക്കുന്ന കാണാൻ പറ്റും. അവിടം തൊട്ട് പിന്നെ മുമ്പോട്ട് അങ്ങോട്ട് വിശ്വസമുദ്ര കമ്പനിയാണ് കരാർ ഏറ്റെടുത്തിരിക്കുന്നത്. ശിവാലയ കമ്പനിക്ക് കരാർ നീട്ടിക്കൊടുത്തിട്ടുണ്ട്. ശിവാലയ കമ്പനിക്ക് 31/12/2025 വരെ കാലാവധി നീട്ടിക്കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് വിശ്വസമുദ്രയുടെ കാലാവധി ഉള്ളത്. 31/12/2025 വിശ്വസമുദ്രയ്ക്കും കാലാവധി അവസാനിക്കുന്നത്. പിന്നെ കടമ്പാട്ടുകോണം മുതൽ ആറ്റിങ്ങൽ ബൈപ്പാസ് അടക്കം കഴക്കൂട്ടം വരെ കരാർ ഏറ്റെടുത്തിരിക്കുന്ന RDS പ്രോജക്റ്റ് ലിമിറ്റഡിൻ്റെ കരാർ അവസാനിക്കുന്നത് 31/3/2026 ഇനി ഒരു വർഷവും ഏകദേശം ഒരു 4 മാസം കൂടി ഉണ്ട്. നമ്മളിപ്പം ഇടത്തെ സൈഡിൽ കാണുന്ന ഈ ഒരു ഇലക്ട്രിക് ടവർ പോസ്റ്റ് അത് ഇനി എടുത്ത് മാറ്റി സ്ഥാപിക്കേണ്ടതായിട്ടുണ്ട്. ഇടത്തെ സൈഡിൽ സർവീസ് റോഡിൽ ആണ് അത് നിൽക്കുന്നത്. പിന്നെ നമ്മൾ നേരെ മുമ്പോട്ട് വരികയാണ്. പാലത്തിൻ്റെ അടുത്തായിട്ട് എത്താറായി. അത്യാവശ്യം ഇവിടെ നല്ല പണി പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് ഭാഗം ടാർ ചെയ്തിട്ടുണ്ട്. പഴയ റോഡ് കുത്തിപ്പൊളിച്ചിട്ട് ഈ ഒരു ഭാഗത്ത് നിന്ന് മണ്ണ് നീക്കം ചെയ്തിട്ടുണ്ട്. നമ്മൾ കടമ്പാട്ടുകോണം മുതൽ ചാത്തന്നൂർ വരെയുള്ള വീഡിയോ എടുത്തതിന് ശേഷം പിന്നെ നേരെ പോയത് ഇരവിപുരം റെയിൽവേ ഓവർബ്രിഡ്ജിൻ്റെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടാണ് പോയത്. ആ വീഡിയോ നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ കഴിഞ്ഞതിന് ശേഷം ആ വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. നമ്മളിപ്പം നീണ്ടകര പാലത്തിൻ്റെ അടുത്തായിട്ട് എത്താറായിട്ടുണ്ട്. വലതു ഭാഗത്തായിട്ട് തന്നെ ക്രാഷ് ബാരിയർ നിർമ്മാണം കുറച്ചും കൂടെയൊക്കെ പൂർത്തിയായി വരുന്നുണ്ട്. അതേപോലെ തന്നെ സർവീസ് റോഡ് വരുന്ന ഭാഗത്തെയും മണ്ണൊക്കെ ഇട്ട് ലെവൽ ചെയ്ത് വരുന്നുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഈ ഒരു സ്ഥലത്തെ വീഡിയോ എടുക്കുന്ന സമയത്ത് നടന്നുകൊണ്ടിരുന്ന പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പം ഇടതുഭാഗത്ത് കാണുന്ന ആ ഒരു ഡ്രൈനേജിൻ്റെ പണിക്ക് വേണ്ടിയിട്ട് അവിടെ കുഴിയെടുത്തുകൊണ്ടിരിക്കുന്ന പണിയായിരുന്നു ആ സമയത്ത് നടന്നുകൊണ്ടിരുന്നത്. ഇപ്പം ആ ഒരു ഭാഗത്ത് മാത്രമായിട്ട് കുറച്ച് നീളത്തിൽ ഡ്രൈനേജിൻ്റെ പണി കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മൾ മുമ്പോട്ട് വരുമ്പം പാലത്തിൻ്റെ വലതുഭാഗത്തായിട്ട് നടക്കുന്ന പണിക്ക് വേണ്ടിയിട്ട് ഇപ്പം ഗർഡറുകൾ ഒരു 10 എണ്ണം പിറക്കി വെച്ചിട്ടുണ്ട്. ഇപ്പം രണ്ടാമത്തെ തൂണിൻ്റെ കണക്ട് ചെയ്തുകൊണ്ട് തന്നെ വീണ്ടും ഒരു 5 എണ്ണം കൂടെ പിറക്കി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ നീണ്ടകര പാലത്തിൻ്റെ ബാക്കി 2 പിയർ ക്യാപ്പിൻ്റെയൊക്കെ നിർമ്മാണം നടക്കാനുണ്ടായിരുന്നു. അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളിപ്പം കൂടുതലായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ബാക്കിയുള്ള പിയറിൻ്റെയും പിയർ ക്യാപ്പിൻ്റെയൊക്കെ നിർമ്മാണം കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഗർഡറുകൾ എടുത്തു വെക്കുന്ന പണിയാണ് ഇപ്പം നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് വലത്തേ സൈഡിൽ വടക്കേ അറ്റത്തായിട്ട് നിന്ന് നമ്മൾ നോക്കുമ്പം അവിടെ ഇപ്പം ക്രെയിനൊക്കെ ഉപയോഗിച്ചിട്ട് ഗർഡറുകൾ എടുത്തു വെക്കുന്ന പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല നമുക്കിപ്പം മുമ്പോട്ട് വരുമ്പം ഇടത്തേ സൈഡിൽ അവരിപ്പം ക്രെയിൻ ഉപയോഗിച്ചിട്ട് താഴെ നിന്നുകൊണ്ടുള്ള ക്രെയിൻ ഉപയോഗിച്ചിട്ട് ഇപ്പം ഗർഡർ പിറക്കി വെക്കുന്ന പണി ഇപ്പം അവിടെ പടിഞ്ഞാറേ സൈഡിലായിട്ടുള്ള പാലത്തിൻ്റെ നിർമ്മാണത്തിന് വേണ്ടിയിട്ട് തുടങ്ങിയിട്ടുണ്ട്. നമുക്കിപ്പോൾ മുമ്പോട്ട് വരുമ്പോൾ കാണാൻ പറ്റിയൊരു 4 ഗർഡറുകൾ എടുത്ത് ഇപ്പോൾ വെച്ചിട്ടുണ്ട്. 5 ഗർഡറുകളാണ് ഒരു തൂണിലായിട്ട് വരുന്നത്. അപ്പോൾ ഇപ്പം 2 ദിവസം മുമ്പേ എടുത്ത വീഡിയോ ആണ്. ഇപ്പം അത് അവിടെ ഫിനിഷായി കാണും. എനിക്ക് തോന്നിയെങ്കിൽ ഇപ്പോൾ ഇപ്പുറത്തെ 2 തൂണിനെയും കണക്ട് ചെയ്തുകൊണ്ട് തന്നെ വീണ്ടും ഗർഡറുകളൊക്കെ എടുത്ത് വെച്ച് തുടങ്ങിയിട്ടുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഇപ്പം ആ ക്രെയിൻ ആ ഒരു ഭാഗം വരെ വരും. പിന്നെ നമ്മൾ നീണ്ടകര പാലം കഴിഞ്ഞേച്ച് വരുന്ന അണ്ടർപാസിൻ്റെ അടുത്തായിട്ടാണ് വരുന്നത്. അപ്പം വീണ്ടും അവിടെ പണി നല്ല രീതിയിൽ ആക്റ്റീവായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. 2 സൈഡിലും റീറ്റൈനിങ് വാൾ ബ്ലോക്ക് ഉയർത്തിയിട്ട് മണ്ണിട്ടിപ്പോഴും നിറച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് ഗ്യാപ്പിൽ ഫില്ല് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം രണ്ടിടത്തുനിന്ന് ഇടതുഭാഗത്തും പാലമാണ്, വലതുഭാഗത്തും പാലമാണ്. ഈ 2 പാലത്തിൽ നിന്നും ഇറങ്ങി കൂട്ടിമുട്ടുന്ന സ്ഥലം കുറച്ചും കൂടെ മുമ്പോട്ട് വരുമ്പോഴായിരിക്കും ആ 2 ഭാഗത്തായിട്ട് കൂട്ടിമുട്ടുന്നത്. അപ്പം നമ്മൾ നേരെ പള്ളിയുടെ ഭാഗത്തായിട്ട് എത്തിയിട്ടുണ്ട്. അവിടെ ഉള്ള കല്ലറകളൊക്കെ ചെറുതായിട്ട് പൊളിച്ചു തുടങ്ങിയിട്ടുണ്ട്. കുറച്ചുകൂടെ കഴിയുമ്പോഴത്തേക്ക് പൂർണ്ണമായിട്ട് ആ ഒരു സ്ഥലമൊക്കെ ഏറ്റെടുക്കാനുള്ള സാധ്യതയാണ് കാണുന്നത്. ഇവിടം തൊട്ടുള്ള അപ്ഡേറ്റൊക്കെ നമ്മൾ കുറച്ച് വീഡിയോസിന് മുമ്പേ നമ്മൾ ചെയ്തതാണ്. അപ്പം ഇരവിപുരം റെയിൽവേ ഓവർബ്രിഡ്ജിൻ്റെ പുതിയൊരു വീഡിയോയുമായി നമ്മൾ വീണ്ടും എത്തുന്നതായിരിക്കും. കാത്തിരിക്കുക.